കക്കാട് ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്റർ ഉദ്ഘാടനം ചെയ്തു. പ്രമുഖ കമ്പനികളുടെ ലാപ്ടോപ്പുകൾ, ഡെസ്ക്ടോപ്പുകൾ തുടങ്ങിയവയുടെ സെയിൽസ് ആൻഡ് സർവീസിംഗ്, കൂടാതെ ആക്സസറീസും. 20 വർഷത്തെ സേവന പാരമ്പര്യം. ഗ്ലോബൽ കമ്പ്യൂട്ടേഴ്സ്, നിയർ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ്, പിറവം. പിറവം നഗരസഭ കക്കാട് നിർമ്മിച്ച ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്റർ നഗരസഭാ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് ജൂലി സാബു ഉദ്ഘാടനം ചെയ്തു. വൈസ് ചെയർമാൻ KT സലീം അധ്യക്ഷത വഹിച്ചു. ജനകീയ ആരോഗ്യ രംഗത്ത് നമ്മുടെ നാട് ഏറെ മുന്നോട്ട് പോയിരിക്കുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് കഴിഞ്ഞ 20-ാം തീയതി 2,35,00,000 രൂപ മുടക്കി എല്ലാവിധ സജ്ജീകരണങ്ങളോടും കൂടി പുതിയ OP ബ്ലോക്ക് ഈ നാടിനു വേണ്ടി ബഹുമാനപ്പെട്ട ആരോഗ്യകാര്യ വകുപ്പ് മന്ത്രി ശ്രീമതി വീണ ജോർജ് ഈ നാടിനു വേണ്ടി സമർപ്പിച്ചത്. അതുപോലെ തന്നെ ഏകദേശം 25 ലക്ഷം രൂപ നമ്മുടെ ഹെൽത്ത് ഗ്രാൻഡ് ഉപയോഗിച്ച് വളരെ മനോഹരമായ രീതിയിൽ പണി കഴിപ്പിച്ച് ഈ അർബൻ ഹെൽത്ത് ആൻഡ് വെൽനസ് സെൻറ്റർ നമ്മുടെ നഗരസഭയുടെ ഉൾപ്രദേശത്തുള്ള ആളുകൾക്ക് ഉപയോഗിക്കത്തക്ക രീതിയിൽ നിങ്ങൾക്ക് തന്നെ കാണുമ്പോൾ അറിയാം, എല്ലാവിധ സൗകര്യങ്ങളോടും കൂടി ഇവിടെ പണി കഴിപ്പിച്ച് ഉച്ചയ്ക്ക് 2 മുതൽ 7 മണി വരെ ഒരു ഡോക്ടറും നഴ്സും ഫാർമസിസ്റ്റും അടങ്ങുന്ന ജോലിക്കാരടക്കം സംവിധാനമാണ് ഈ നാടിനു വേണ്ടി നഗരസഭ തന്നിരിക്കുന്നത്. നമുക്കറിയാം, ചെറിയൊരു പനിയോ ചെറിയൊരു അസുഖങ്ങളൊക്കെ വരുമ്പോൾ ഒന്നുകിൽ നമുക്ക് പിറവത്തിന് പോകണമെങ്കിൽ ഇവിടുന്ന് ബസ് സൗകര്യം തന്നെ കുറവാണ്. ഒരു ഓട്ടോ പിടിച്ച് വേണം നമുക്ക് പിറവത്ത് പോകാൻ. പിറവത്ത് വൈകുന്നേരം തന്നെയാണെങ്കിൽ എത്ര നീണ്ട ക്യൂ ആണെന്നറിയാം. ഒരു ദിവസം 500ഓളം പേഷ്യൻസാണ് നമ്മുടെ താലൂക്ക് ആശുപത്രിയിൽ വരുന്നത്. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ച് ഏറെ അനുഗ്രഹമാണ് ഈ സ്ഥാപനം ഇവിടെ വന്നിരിക്കുന്നത്. മാത്രമല്ല ഈ പ്രദേശം നന്നായിട്ട് തെളിഞ്ഞു. ഞങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇവിടെ വന്നപ്പോൾ ഇവിടെയുള്ള ആളുകളുടെ മുഖത്തെ സന്തോഷം കാണുമ്പോൾ നമുക്കറിയാം അവരെത്രത്തോളം ഇത് സ്വീകരിക്കുന്നു എന്നുള്ള കാര്യത്തിൽ. ഇത് നല്ല രീതിയിൽ ആളുകൾക്ക് ചെറിയൊരു കാര്യങ്ങൾ വരുമ്പോൾ, ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ ചെന്നെത്തേണ്ട ഒരു ഇടമായിട്ട് നിങ്ങൾ തന്നെ ഇത് പരിപാലിക്കണം. നിങ്ങളുടെ ഒരു സ്ഥാപനം എന്ന നിലയിൽ നമ്മുടെ നഗരസഭയും ഇതിനോട് ചേർന്ന് നിന്നാണ് പ്രവർത്തിക്കുന്നത്. നഗരസഭയുടെ ഓരോ വർഷത്തെയും വാർഷിക പദ്ധതി ഗണ്യമായ തുക ആരോഗ്യ മേഖലയിലെ പ്രവർത്തനങ്ങൾക്കാണ് നീക്കിവെക്കുന്നത്. സർക്കാരും ആ നിലയ്ക്ക് ആരോഗ്യ മേഖലയിലെ പ്രവർത്തനത്തെ മുന്നിൽ കണ്ടുകൊണ്ടാണ് ആർദ്രം എന്ന പദ്ധതി നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. ആ പദ്ധതി വഴിയാണ് നമുക്ക് ആശുപത്രികളിൽ ഇന്നുണ്ടായിക്കൊണ്ടിരിക്കുന്ന മാറ്റം. എല്ലാ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളെയും അപ്ഗ്രേഡ് ചെയ്തുകൊണ്ട് അത് താലൂക്ക് ആശുപത്രിയായും ജില്ലാ ആശുപത്രിയായും മെഡിക്കൽ കോളേജിൻ്റെ നിലവാരമുള്ള ആശുപത്രിയുമായി കേരളത്തിലെ ആരോഗ്യ മേഖല മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ആരോഗ്യ മേഖലയിൽ വളരെ മുമ്പ് തന്നെ വളരെ പ്രശംസനീയമായ പ്രവർത്തനങ്ങൾ നടത്തിയ സംസ്ഥാനം കേരളമാണ്. പ്രൈമറി ഹെൽത്ത് സെൻറ്റർ മുതൽ മെഡിക്കൽ കോളേജ് വരെയുള്ള ആരോഗ്യ പരിപാലന കേന്ദ്രം വളരെ മുമ്പ് തന്നെ നമുക്കുണ്ടായിരുന്നു. കുടുംബക്ഷേമ കേന്ദ്രങ്ങൾ നമുക്കുണ്ടായിരുന്നു, നമുക്കറിയാം ഓരോ പ്രദേശത്തും. അതുവഴി നമുക്ക് ആരോഗ്യമുള്ള ഒരു ജനതയുള്ള നാടായി കേരളം മാറി. ഇന്ന് ഏറ്റവും കൂടുതൽ ആയുർദൈർഘ്യം ഉള്ള നാട് കേരളമാണ്. ആ നിലയ്ക്ക് ആരോഗ്യരംഗത്തെ പ്രവർത്തനത്തെ ഒരു പടി കൂടി മുമ്പോട്ട് കൊണ്ടുപോകുന്ന പ്രവർത്തനങ്ങളാണ് ഗവൺമെൻറ് ലക്ഷ്യമിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായി നമ്മുടെ ആശുപത്രിയെ നേരത്തെ തന്നെ അറിയാൻ 2009 ഗവൺമെൻറ് സന്ദർഭത്തിൽ നമ്മുടെ ആശുപത്രിയെ CHC ആശുപത്രിയായിരുന്നു, കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻറ്റർ. അതിനെ താലൂക്ക് ആശുപത്രി എന്ന് നാമകരണം ചെയ്തു. പക്ഷെ താലൂക്ക് ആശുപത്രി എന്ന് നാമകരണം ചെയ്തെങ്കിലും
താലൂക്ക് ആശുപത്രിയുടെ നിലവാരത്തിൽ ഉള്ള എണ്ണം ഡോക്ടർമാരോ മറ്റ് സ്റ്റാഫുകളോ മറ്റ് ചികിത്സാ സംവിധാനങ്ങളൊന്നും അന്ന് ഇല്ലായിരുന്നു. ആ കുറവാണെന്ന് ഗവൺമെന്റ് പരിഹരിച്ചുകൊണ്ടിരിക്കുന്നത്. സ്ഥിരം സമിതി അധ്യക്ഷരായ ജൂബി പോലോസ്, ഷൈനി ഏലിയാസ്, അഡ്വക്കേറ്റ് വിമൽ ചന്ദ്രൻ, വത്സല വർഗീസ്, കൗൺസിലർമാരായ ഏലിയമ്മ ഫിലിപ്പ്, ഷെബി ബിജു, ഡോക്ടർ അജേഷ് മനോഹർ, പി ഗിരീഷ് കുമാർ, ബാബു പാറയിൽ, ജോജിമോൻ ചാരുപ്ലാവിൽ, പ്രീമ സന്തോഷ്, ഡോക്ടർ സഞ്ജിനി പ്രതീഷ്, സിനി ജോയ്, നഗരസഭാ സെക്രട്ടറി വി പ്രകാശ് കുമാർ, സോജൻ ജോർജ്, KR ശശി, രാജു തെക്കൻ, കക്കാട് വെൽനസ് സെന്റർ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഗ്രീഷ്മ സുരേഷ്, കോട്ടപ്പുറം വെൽനസ് സെന്റർ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ മിനുലക്ഷ്മി അജിത്, NHM ജില്ലാ പ്രോഗ്രാം പ്രതിനിധികൾ എന്നിവർ പ്രസംഗിച്ചു. നഗരസഭയിലെ ഉൾപ്രദേശങ്ങളിൽ ആരോഗ്യ പരിചരണം എത്തിക്കുന്നതിനായി വിഭാവനം ചെയ്ത പദ്ധതി എല്ലാ ദിവസങ്ങളിലും ഉച്ചയ്ക്ക് ശേഷം 2 മുതൽ 7 വരെയാണ് പ്രവർത്തിക്കുക. ഒരു മെഡിക്കൽ ഓഫീസറുടെ സേവനവും സ്റ്റാഫ് നഴ്സ്, ഫാർമസി സൗകര്യവും, BP, ഷുഗർ ചെക്കിംഗ് സൗകര്യവും, മൈനർ ഡ്രസ്സിംഗ് സൗകര്യവും വെൽനസ് സെന്ററിലൂടെ ജനങ്ങൾക്ക് ലഭ്യമാകുന്നതാണ്. പിറവം നഗരസഭയിൽ 2 സെന്റർ ആരംഭിക്കുന്നതിനാണ് സർക്കാർ അനുമതി നൽകിയത്. ആദ്യഘട്ടത്തിൽ കളമ്പൂർ കോട്ടപ്പുറത്ത് പ്രവർത്തനം ആരംഭിച്ചു. ന്യൂസ് ബ്യൂറോ, പിറവം.